രണ്ട് ഷാർപ്പ് ലൈൻസ്, ഇതാ ഒരു ഡൂമ്. 4 മോഡുണ്ട് ഇതിൽ. റോഡ്, റെയിനി, സ്പോട്ട്, ഓഫ് റോഡ് എല്ലാം ഉള്ളൊരു കിട്ടില്ല സാധനമാണ് ഇപ്പം നമ്മൾ ബജാജ് NS 400 ഇറക്കിയിട്ടുള്ളത്. കുറച്ച് നേരം എൻ്റെ എസോസ് നോട്ടൊന്ന് കേട്ടോ. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി ഞാൻ ചെറുതായിട്ട് സെയിലടിച്ചാലോ എന്ന് ചെറിയൊരു പ്ലാനിലുണ്ട്. കാരണം അതിൻ്റെ മൈലേജും വെയിറ്റൊന്നും എനിക്ക് താങ്ങുന്നില്ല. അത് ഞാൻ മോഡിഫൈ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു പ്ലാനിലുണ്ട്. ചിലപ്പോൾ ചെയ്യില്ല, ചിലപ്പോൾ ചെയ്യും, അറിയില്ല. എന്തായാലും അത് അടുത്ത വീഡിയോ സെറ്റാക്കാം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളെ പുതിയ മോഡൽ NS 400 വീഡിയോ ആണ്. ഇതാ ബാക്കിൽ ഇരിപ്പുണ്ട്. എന്തായാലും അതൊരു മാരക സാധനമാണ്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ച് ഏകദേശം 2.5 ലക്ഷം രൂപയ്ക്ക് ഇത്രയും കിട്ടില്ല വണ്ടി, 36 മൈലേജ് വരെയുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മോൻ കാണിച്ച് എന്തായാലും വീർപ്പിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്തതിനെ തുടങ്ങാം. നമുക്ക് എന്തായാലും NS 400 വീഡിയോ ആണ്. ഏകദേശം 373 cc ബജാജ് നമുക്ക് പുതിയതായിട്ട് തന്ന NS 400 ഒരു രക്ഷയില്ല. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, പുതിയ പഴയ NS നിന്നൊക്കെ മാറ്റം വന്നിട്ട് ഒരു ഷാർപ്പ് ലുക്കാക്കിയതാ സീൻ സാധനം. അതിൻ്റെ കളർ സ്കീമൊക്കെ കണ്ടില്ലേ, ഏകദേശം 2.5 ലക്ഷം അടുപ്പിച്ചായിട്ടുള്ളൂ. ബാക്കിലെ ലുക്ക് മാറി, ഫ്രണ്ടിലെ ലുക്ക് മാറി, എല്ലാം മാറിയിട്ടുണ്ട്. അതിൻ്റെ മീറ്ററൊക്കെ കണ്ടില്ലേ. എനിക്ക് അധികം ഇതിനെ റിവ്യൂ ചെയ്യാറില്ല, എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വാവ്, എൻ്റെ എസോസിനൊക്കെ ഒരു രക്ഷയില്ല. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് കണ്ടില്ലേ, എൻ്റെ പൊന്നോ സീൻ സാധനം. എന്തായാലും മീറ്ററിനകത്തൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ടാങ്കിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് പഴയ NS 200 അതേ ലുക്ക് ഉണ്ട്. പക്ഷെ സംഭവം കുറച്ചുകൂടെ ഒന്ന് ബൾക്ക് ഫീലുണ്ട്. കണ്ടോ, ടയറൊക്കെ വേറെ ലെവല് സാധനം. അതിൻ്റെ ബാക്ക് ഇതൊക്കെ കണ്ടില്ലേ, വാവ്, വാട്ട് എ ലുക്ക് മാൻ. വലിയ ഡിസ്ക്, അതിൻ്റെ പാറ്റേണൊക്കെ ഉണ്ടോ. ഏകദേശം 373 cc ഒരു മാരക പവർ ബോംബ് എന്ന് പറയുന്ന സാധനമാണ് കാണുന്നത് നമ്മളെ NS 400. അപ്പോൾ കാണുമ്പോൾ തന്നെ രക്ഷയില്ലേ. എൻ്റെ പൊന്നോ, ബാക്കിൽ തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ ടയർ സൈസും ഡിസ്കൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ രക്ഷയില്ല. വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 3-4 ദിവസം ആയതേ ഉള്ളൂ. അതുകൊണ്ട് കഴുകിയിട്ട് പോലും ഇല്ല. എന്ന് വെച്ചാൽ വണ്ടി എടുത്തിട്ട് ആദ്യത്തെ വാശമൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഇങ്ങനെ ചെളിയില കൊളുത്തിക്കുന്നത്. ഇപ്പം മഴയും കൂടെയാണ്. വാവ്, എന്തായാലും 373 cc ആ എൻജിൻ കണ്ടില്ലേ. ഇതിൻ്റെ ടോപ്പ് എൻഡും പവറൊന്നും ഞാൻ കാണിച്ചില്ല. ജസ്റ്റ് നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ആ ഒരു ലുക്ക് ഇത് മാത്രം എനിക്ക് കാണിക്കാൻ പറ്റും, വേറെ ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. അഡ്ജസ്റ്റബിൾ ലിവറും, വാവ്, ഇതിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ. പക്ഷേ എൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഉണ്ടല്ലോ, നമ്മൾ ഡോമിനർ 400 സെയിം എസോസ് നോട്ട് പോലെ തന്നെയാണ് ഇതിലും കേൾക്കുന്നത്. അതിൻ്റെ ഫോർക്ക് കണ്ടില്ലേ, എൻ്റെ പൊന്നോ ഇത്ര കനം. വാവ്, എൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ എന്ത് ലുക്കല്ലേ. ഹെഡ്ലൈറ്റിൻ്റെ അവിടെയൊക്കെ നോക്കി നോക്കുക, 2 ഷാർപ്പ് ലൈൻസ്, ഇതാ ഒരു ഡൂമ്. ലിവേഴ്സ് എല്ലാം അഡ്ജസ്റ്റബിൾ ആയത്, ബ്രാക്ക് ലിവറുമായി ഈ സാധനമായിട്ടുണ്ട്. അതൊക്കെ എന്തായാലും കൊള്ളാം. എന്തായാലും ഈ ഇത്രയും ലക്ഷം രൂപയ്ക്ക് വെർത്തായിട്ടുള്ളൊരു വണ്ടി എന്ന് പറയും. കാരണം മൈലേജ് ഏകദേശം 36 അടുപ്പിച്ച് മൈലേജ് ഇട്ടുന്നുണ്ട്. മതി, പവറുണ്ട്, മൈലേജും ഉണ്ട്. സീൻ. എന്തായാലും ഒരു അടിപൊളി സാധനം തന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് സ്പെസിഫിക്കേഷനൊക്കെ ഉള്ള വണ്ടിയാണ്. ഏകദേശം 4 മോഡുണ്ട് ഇതിൽ. റോഡ്, റെയിനി, സ്പോട്ട്, ഓഫ് റോഡ് എല്ലാം ഉള്ളൊരു കിട്ടില്ല സാധനമാണ് ഇപ്പം നമ്മൾ ബജാജ് NS 400 ഇറക്കിയിട്ടുള്ളത്. ഏകദേശം അതിൻ്റെ മീറ്ററിനോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏകദേശം 4 മോഡുണ്ട്. അതിൽ റോഡും റെയിനി സ്പോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൊന്നോ സ്പോട്ട് എഡിഷനൊക്കെ ഒരു രക്ഷയില്ലായിരിക്കും. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വന്നിട്ട് ഏകദേശം 803 എന്തോണം. 803 ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. പിന്നെ ഇതൊരു മസ്കുലാർ ലുക്കിൽ തന്നെയാണ് അവർ ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. ആ ഡിസൈനിലാണ് ഇപ്പോഴും അവർ കൊണ്ടുവന്നിട്ടുള്ളത്. കണ്ടോ, ആ ഒരു സ്പോർട്ടി ഫീൽ ഇപ്പോഴും തോന്നുന്നുണ്ട്. പിന്നെ ഇതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വന്നിട്ട് പ്രൊജക്ടർ LED ഹെഡ്ലൈറ്റാണ്. വാവ്, വാട്ട് എ ലുക്ക് മാൻ. എന്തായാലും മാരക സാധനം. ഏകദേശം 40 PS ആണ് ഇതിൻ്റെ പവർ വരുന്നത്. വാവ്, എന്തായാലും കൊള്ളാം. ഏകദേശം എന്താ പറയുക 36 മൈലേജ് വരെ കിട്ടുന്നുണ്ട്. ഈ വണ്ടി ഇതിൻ്റെ സ്ലിപ്പർ ക്ലച്ചും കൂടെയാണ്, ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. വാവ്, ഇതെനിക്ക് വണ്ടി കണ്ടപ്പം കുറച്ച് കാര്യങ്ങൾ അറിയാമെന്ന്, അത് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ഇതിൻ്റെ സീറ്റൊക്കെ കിട്ടില്ല കംഫർട്ടാണ്. ഏകദേശം 803 ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. സാധാ ഒരു 5 അടി ഉള്ളവർക്കൊക്കെ സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റിയ സാധനമാണ്. ഇതിൻ്റെ ടാങ്കൊക്കെ കണ്ടില്ലേ, ടാങ്കിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ മീറ്ററിനൊക്കെ നല്ല ചേഞ്ച് ഉണ്ട്. മീറ്ററിൻ്റെ അങ്ങോട്ട് പോകാം. എന്തായാലും ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ഒക്കെ കണ്ടില്ലേ, ഇവിടുത്തെ സ്വിച്ചും കാര്യങ്ങളും അതിൻ്റെ അഡ്ജസ്റ്റബിൾ ലിവറും അതുപോലെ തന്നെ ബ്രേക്കും അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഈ വണ്ടി വന്നിട്ട് സ്ലിപ്പർ ക്ലച്ചാണ്. ഇതിൻ്റെ ഡോമിനറിൻ്റെ മിററില്ലേ, അതുപോലത്തെ സെയിം മിററും എല്ലാം വന്നിട്ടുണ്ട്. എന്തായാലും ബാക്ക് സംഭവമൊക്കെ ഉണ്ടോ, ഡോമിനറിൻ്റെ പോലത്തെയും. അല്ലാതെ ഇത് NS എനിക്ക് ഉണ്ടാകുമെന്ന് അറിയില്ല. എന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത്. പഴയ NS ഉണ്ടായിരുന്നു ഈ സംഭവം. എന്താ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് കൊണ്ടുവന്നതെന്നാണ് തോന്നുന്നത്. പിന്നെ എൻ്റെ ടയറൊക്കെ കണ്ടില്ലേ, വാവ്, ഡിസ്കും കാലിബറും അതിൻ്റെ എസോസ്റ്റും. പിന്നെ നമ്മൾ 373 cc എഞ്ചിനും, ഇതാ ലിക്വിഡ് കൂൾഡ് നമ്മുടെ സാധനം. പിന്നെ അതിൻ്റെ ഡിസ്കൊക്കെ ഉണ്ടോ, എന്താ സൈസല്ലേ.
ഇതിൻ്റെ കിൽ സ്വിച്ചൊക്കെ കണ്ടില്ലേ, പഴയ നിന്നൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും മാരക സാധനമാക്കി തന്നെയാണ് വണ്ടി പുതുതായിട്ട് ഇറക്കിയിട്ടുള്ളത്. കുറച്ച് നേരം എൻ്റെ എസോസ് നോട്ടൊന്ന് കേട്ടോ. ഇതാണ് ഇതിൻ്റെ എസോസ് നോട്ട്. കേട്ട് വയ്യ, കിട്ടില്ല ശബ്ദമില്ലേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒന്ന് വണ്ടി വന്നപ്പോൾ നമ്മൾ വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ കുറച്ച് മോഡും കാര്യങ്ങളൊക്കെ എന്തായാലും കാണിച്ചു തരാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് ഓരോ മോഡ് ഇട്ട് ഓരോ ഗിയറിലൊക്കെ ഇട്ട് ശരിയായി കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിലേക്ക് നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ഇരുന്നതിൽ ബൈ.